ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ലാ നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥ, ഈ ഒരു പുതിയൊരു മാസത്തിൽ, ഈ ഏപ്രിൽ മാസത്തിൽ കർത്താവെ അങ്ങേ ആരാധിക്കാനായിട്ട് ഷാലോം ടി വിയിലൂടെ ഞങ്ങൾക്കൊരവസരം നൽകിയതിന് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു എൻ്റെ പൊന്നീശോയെ.
ഞങ്ങൾ ഈ നിമിഷം അങ്ങയിലേക്ക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും യാചനകളെയും എല്ലാം സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി നൽകുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളിലേക്ക് അങ്ങയുടെ കൃപയൊഴുക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അങ്ങയുടെ വിടുതലും സൗഖ്യവും സ്വർഗീയമായ ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. പ്രത്യേകമായിട്ട് ഈശോ ഈ ഒരു മാസക്കാലം, ഈ ഏപ്രിൽ മാസക്കാലം കത്തോലിക്കാ തിരുസഭ ദിവ്യകാരുണ്യ മാസമായിട്ട്, ദിവ്യകാരുണ്യ വണക്ക മാസമായിട്ട് പ്രത്യേകമായി കൊണ്ടാടുന്ന, ആചരിക്കുന്ന ഒരു മാസക്കാലമാണ്. ഈശോ ഈ ഒരു മാസത്തിൽ വലിയ ആഴ്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഓശാന ഞായറും പെസഹാ വ്യാഴവും ദുഃഖവള്ളിയും കർത്താവേ പിന്നെ അങ്ങയുടെ ഉയർപ്പ് തിരുനാളും ഒക്കെ ആഘോഷിക്കുമ്പോൾ അങ്ങയുടെ അന്ത്യത്താഴ ദിനത്തിൽ ആ നിമിഷങ്ങളിലാണങ്ങ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവേ, ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസക്കാലം ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു മാസമായി ആചരിക്കാൻ, അങ്ങയുടെ മുന്നിൽ എല്ലാ ദിവസവും ആയിരിക്കാൻ, അങ്ങയോട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ചേർത്ത് വയ്ക്കാൻ, കൂടുതൽ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന കൃപകളെല്ലാം, വിടുതലെല്ലാം സ്വീകരിച്ച് കർത്താവെ കൂടുതൽ ശക്തമായ ആത്മീയതയിലും വിശുദ്ധിയിലും ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. ശാലോം ടിവി പ്രേക്ഷകരെല്ലാവരെയും അനുഗ്രഹിക്കണം ഈശോയെ. ദിവ്യകാരുണ്യനാഥ, ശക്തമായി ഈ നിമിഷം ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് കൈ ഉയർത്തി ആശ്വസിപ്പിക്കണം ഈശോയെ. അങ്ങ് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങളിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അനുഗ്രഹിക്കണം ഈശോയെ. എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് അങ്ങ് വിടുതൽ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. ശാരീരികവും മാനസികവുമായ കരുത്തും കൃപയും നൽകി അനുഗ്രഹിക്കണം ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. ഈ നിമിഷം നമുക്ക് ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും ജീവിതത്തിൻ്റെ യാചനകളും എല്ലാം ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരാരാധനയുടെ, ഒരു സ്തുതിപ്പിൻ്റെ ഗാനം അഭിഷേകത്തോടെ നമുക്ക് ആലപിക്കാം. ഈശോയെ, ഞങ്ങൾ ഈ ഗാനം ആലപിക്കുമ്പോൾ ശക്തമായ അങ്ങയുടെ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ വ്യക്തിപരമായി അറിയുന്ന, ഞങ്ങളുടെ കൂടുതലുകളും കുറവുകളും എല്ലാം അറിയുന്ന ഞങ്ങളുടെ ഈശോയെ, ഈ നിമിഷം ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ കണ്ണുനീരിലേക്ക്, ഞങ്ങളുടെ നിരാശയിലേക്ക്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വെറുപ്പിലേക്ക്, വിദ്വേഷത്തിലേക്ക്, വൈരാഗ്യ ചിന്തകളിലേക്ക്, ബലഹീനതകളിലേക്ക്, തഴക്കദോഷങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ കർത്താവേ. ഒരു പുത്തൻ അഭിഷേകം നൽകണമേ കർത്താവേ. എല്ലാ തരത്തിലുള്ള അശുദ്ധികളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ കർത്താവേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിക്കാം. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, അഭിഷേകം അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം, ബലിയുടെ അഭിഷേകം, മാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു,
അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശില് അങ്ങയുടെ തിരുശരീരവും അങ്ങയുടെ തിരുരക്തവും ഞങ്ങൾക്കായി കീറിമുറിച്ച് നൽകിയല്ലോ. അങ്ങയുടെ പാട് വീടുകളുടെ യോഗ്യതകളാല് ബലഹീനരും പാപികളുമായ ഞങ്ങൾ അങ്ങയോട് യാചിക്കുകയാണ്. കർത്താവേ, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും, ഈ ലോകത്തിന്റെ എല്ലാ അശുദ്ധികളിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും വിടുതൽ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. ഒത്തിരി പേര് മദ്യപാനത്തിന്റെ ലഹരിയുടെയൊക്കെ അടിമപ്പെട്ടു പോയ ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഒത്തിരി ചെറിയൊരു ശതമാനം യുവജനങ്ങള് ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവെ, ആ പൈശാചികമായ നഖങ്ങളുടെ കീഴില് അവരമർന്നു പോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അങ്ങ് വെളിച്ചം നൽകണമേ. അവരുടെ ജീവിതങ്ങള് അങ്ങ് വെണ്മയുള്ളതാക്കി മാറ്റണമേ. എല്ലാ പൈശാചികമായ പീഡകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, കെട്ടുകളിൽ നിന്നും, നുണകളിൽ നിന്നും, ചതിക്കുടികളിൽ നിന്നും ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അങ്ങ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. ശോഭനമായ ഒരു ഭാവി ഞങ്ങളുടെ മക്കൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷം അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ദിവ്യപ്രകാശം ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് ഒഴുക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിക്കാം, പാടാം. സിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം ഒഴുക്കണമേ. സിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം, കാൽവരി മലയിലെ കുരിശിലെ അഭിഷേകം, എമ്മാവൂസിലെ കുർബാന അഭിഷേകം, തിബേരിയാസിൻ തീരത്തെ അഭിഷേകം, എമ്മാവൂസിലെ കുർബാന അഭിഷേകം, അഭിഷേകം നൽകണമേ. തിബേരിയാസിൻ തീരത്തെ അഭിഷേകം, കുർബാന അഭിഷേകം, ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, പകരണമേ, പകരണമേ ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകം, അഭിഷേകം യേശുവിൻ ബലിയുടെ അഭിഷേകം. ഈശോയെ, ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങള് അങ്ങ് ഏറ്റെടുക്കണം ഈശോയെ. പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയിൽ ഉടലുന്ന എല്ലാ മക്കൾക്കും അങ്ങ് കടങ്ങൾ ഇളച്ചു നൽകണം ഈശോയെ. രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, പ്രത്യേകിച്ച് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കർത്താവെ, പ്രത്യേകിച്ച് ക്യാൻസർ സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ആന്തരേന്ദ്രിയങ്ങളുടെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവര്, കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അലർജി സംബന്ധമായ രോഗങ്ങള്, ത്വക്ക് സംബന്ധമായ രോഗങ്ങള്, അസ്ഥി സംബന്ധമായ രോഗങ്ങള്, പഞ്ചേന്ദ്രിയ സംബന്ധമായ രോഗങ്ങള്, കർത്താവെ, ഓപ്പറേഷന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികള്, ഇപ്പോൾ ഓപ്പറേഷന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികള്, എല്ലാവരെയും അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണം ഈശോയെ. രോഗം മൂലം നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികള്, കർത്താവെ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലം ഭവനത്തിലും ആശുപത്രികളിലുമായി കഴിയുന്ന വ്യക്തികൾ എല്ലാവരെയും തൊടണം ഈശോയെ. പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം ഈശോയെ. അങ്ങയുടെ സൗഖ്യം ഒഴുകണം ഈശോയെ. രക്തസ്രാവക്കാരിയെ തൊട്ട ഈശോയെ, തൊട്ട് അനുഗ്രഹിച്ച ഈശോയെ, സൗഖ്യം നൽകിയ ഈശോയെ, അന്ധനെയും മുടന്തനെയും സൗഖ്യപ്പെടുത്ത ഈശോയെ, പിശാച് ബാധന വിടുതൽ നൽകിയ ഈശോയെ, ഈ നിമിഷം അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണം ഈശോയെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അങ്ങ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. പഠന വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് നന്നായി പഠിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. അങ്ങയുടെ കൃപയുടെ നിറവ് നൽകി അനുഗ്രഹിക്കണം ഈശോയെ. കർത്താവെ, ജോലി തടസ്സങ്ങള് അങ്ങ് എടുത്തു മാറ്റി അനുഗ്രഹിക്കണം ഈശോയെ. വല്ലാതെ കുടുംബ തകർച്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും അങ്ങ് വിളക്കി ചേർക്കണം ഈശോയെ. ഡിവോഴ്സിന്റെ പക്കത്ത് നിൽക്കുന്ന ദമ്പതികളെല്ലാം അങ്ങ് ഒരുമിച്ച് ചേർക്കണം ഈശോയെ. അശുദ്ധ
രോഗാവധിയിൽ കഴിയുന്ന യുവജനങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും എല്ലാ മുതിർന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈശോയെ. ഈ നിമിഷം ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ അഭിഷേകം ഈ ലോകം മുഴുവനും അങ്ങ് ഒഴുക്കണമേ ഈശോയെ. പൈശാചികമായ പീഡകളിൽ കഴിയുന്നവര്, നിരാശകളിൽ കഴിയുന്നവര്, ഡിപ്രഷനിൽ കഴിയുന്നവര്, ആത്മഹത്യയുടെ മുനമ്പിൽ കഴിയുന്നവര്, ജഡപാപങ്ങളില്, സ്വയംഭോഗത്തിന്റെയും സവർഗഭോഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും അധമവികാരങ്ങളില് കുടുങ്ങിക്കഴിയുന്ന ഓരോ മക്കളെയും ഈശോയെ അങ്ങ് തൊടയണമേ. ശക്തമായി ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങള് 1:8 അഭിഷേകം നൽകണമേ. നിയമാവർത്തനം 28:10-28 കർത്താവ് 2 മക്കവായ 8:18 മത്തായി 4:10 ഈ വചനത്തിന്റെ അഭിഷേകം ഈ നിമിഷം ഈ മക്കളിലേക്ക് ഒഴുകണമേ. നമുക്ക് എല്ലാവർക്കും കരങ്ങളടിക്കാം, പാടാം. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളിൽ കൂട്ടിയൊരഭിഷേകം, ഈ കൂട്ടായ്മയിലേക്ക് അങ്ങ് വരണമേ. ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, ഈ ഒരുമയിൽ അങ്ങയുടെ അഭിഷേകം നൽകണമേ. കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം, ഈശോയെ അഭിഷേകം. അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ഈശോയെ ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം, ഈ ലോകത്തെ അങ്ങ് രക്ഷിക്കണമേ. താരകളിൽ നിറയുന്നൊരഭിഷേകം, ഈശോയെ ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം, കുർബാനയഭിഷേകം, കരങ്ങൾ വീശി ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ. ഈശോയെ പവർ, അങ്ങയുടെ ശക്തി, അഭിഷേകം വിടുതലങ്ങ് ഒഴുക്കണമേ. പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം, യേശുവിൻ ബലിയുടെ അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം പകരണമേ, പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. ഈശോയെ ഞങ്ങളിൽ ഇപ്പോൾ അങ്ങ് പകരണമേ. ഈ നിമിഷം അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലും മജ്ജയിലും മാംസത്തിലും ജീവിതത്തിലും അങ്ങ് നിറഞ്ഞു കവിയണമേ. ഇതുവരെ അനുഭവിച്ചറിയാത്ത ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഒരു പെന്തക്കോസ്ത് അനുഭവം ഈ നിമിഷം ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഇരുകരങ്ങളും ഉയർത്തി ഈശോ എന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റുവ 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 ടേരി 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 ടേരി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുനാമത്തില് ബന്ധനങ്ങൾ അഴിയട്ടെ, യേശുനാമത്തില് കെട്ടുകൾ പൊട്ടട്ടെ, യേശുനാമത്തില് വിടുതലുകൾ സംഭവിക്കട്ടെ, യേശുനാമത്തില് സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, യേശുനാമത്തില് നിങ്ങൾ ഭയത്തിൽ നിന്ന് മാറി, നിരാശയിൽ നിന്ന് മാറി, യേശുവിന്റെ സൗഖ്യം നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാല 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 റുവ 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 റുവ
ടേറി 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 ടേറി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. അനുഗ്രഹിക്കണം ഈശോയെ, തൊട്ടനുഗ്രഹിക്കണം ഈശോയെ, ജീവിതങ്ങളിലേക്ക് കടന്നു വരണം ഈശോയെ. അങ്ങയുടെ കൃപ ഒഴുക്കണം ഈശോയെ, അങ്ങയുടെ സമാധാനം ഒഴുക്കണം ഈശോയെ, അങ്ങയുടെ വിടുതൽ നൽകണം ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റുവ റുവ റുവ. യേശുവേ നന്ദി 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 നന്ദി. ആരാധന 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 ആരാധന. മഹത്വം മഹത്വം. നിന്നാത്മാവാ നിൻ ശക്തിയാ നിറയ്ക്കണേ ആത്മാവേ. നിന്നാത്മാവാ നിൻ ശക്തിയാൽ നിറയ്ക്കണേ ആത്മാവേ. നിന്നാത്മാവാ നിൻ ശക്തിയാ നിറയ്ക്കണേ ആത്മാവേ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 വലതുകരം ഉയർത്തി Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആമുഖത്തിൽ കേട്ടതുപോലെ ഈ ഒരു മാസക്കാലം, ഈ ഏപ്രിൽ മാസക്കാലം നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി, ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക തിരുസഭ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു മാസമാണ്. പ്രത്യേകമായി ഈ ഒരു മാസക്കാലത്താണ്, നമുക്കറിയാം പെസഹ വ്യാഴാഴ്ചയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിനം. അപ്പോൾ ഈ ഒരു മാസക്കാലം പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ നടയിലിരുന്ന് അവിടെ നിന്ന് എല്ലാ കൃപകളും സ്വർഗീയമായ എല്ലാ സന്തോഷവും നമ്മിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹം പല വിധത്തിലുള്ള ശാരീരികമായ അസുഖങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹത്തിന് കർത്താവേ അങ്ങ് സമൃദ്ധമായി അങ്ങയുടെ സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർദിനാൾമാരെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും നമ്മുടെ എല്ലാ ജനങ്ങളെയും നമുക്ക് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് കെട്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് ഈശോയെ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരിടമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യ നടയാണ്. നമ്മളൊക്കെ ഒന്ന് വേദനിക്കുമ്പോൾ, നമ്മളൊന്ന് തകരുമ്പോൾ നമ്മൾ ചെയ്യാറെന്താ? സാധാരണ ചെയ്യാറ്, നമ്മൾ ഈശോയുടെ മുന്നിലിരുന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം കർത്താവ് ഇങ്ങനെ എടുത്തു മാറ്റും. ഇന്ന് ഈ ഷാലോം ടി വിയിലൂടെ നിങ്ങൾ ഈ ആരാധന നടത്തുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്, അച്ഛൻ ഈശോയോട് യാചിക്കുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഈശോ തൊടട്ടെ, നിങ്ങൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരെയും ഈശോ ആശീർവദിക്കട്ടെ, നിങ്ങളുടെ നിയോഗങ്ങൾക്കെല്ലാം ഈശോ മറുപടി തരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വചനപ്രഘോഷണം നടത്തുമ്പോഴൊക്കെ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്, ഒരിക്കൽ ഒരു നാട്ടിൽ വലിയൊരു ക്ഷാമം വരികയാണ്. ആ നാട്ടിലുള്ള മൃഗങ്ങളും പക്ഷിലതാദികളും എല്ലാവരും വല്ലാതെ ഈ ഒരു തകർച്ചയിലൂടെ, വരൾച്ചയിലൂടെ, പട്ടിണിയിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ മനുഷ്യരൊക്കെ മരണത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ വരൾച്ച കാരണം. ആ സമയത്ത് ഒരു കുടുംബത്തിൽ ഒരപ്പനും അമ്മയും 2 മക്കളുണ്ട്. ഈ അപ്പനും അമ്മയ്ക്കും ഈ മക്കള് ഭക്ഷണമൊന്നും ഇല്ലാതെ തളർന്നുറങ്ങുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, വല്ലാതെ അവരിങ്ങനെ വേദനിക്കുകയാണ്. ആ സമയത്ത് അപ്പനും അമ്മയും കൂടി രാത്രിയാവുമ്പോൾ ഒരു മുറിയിൽ ഒരുമിച്ച് മുട്ടുകുത്തി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ മക്കൾ പട്ടിണി മൂലം മരിക്കുന്നത് കാണാൻ ഉള്ള ശക്തി ഞങ്ങൾക്കില്ല. അങ്ങ്
പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് അപ്പം നൽകണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്, ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണം? പറയുകയാണ്, ഞങ്ങൾക്ക് അപ്പം വേണം. അപ്പോൾ മാലാഖ പറയുന്നുണ്ട്, അപ്പം തരാം, പക്ഷെ ഒരു നിബന്ധനയേ ഉള്ളൂ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ അപ്പമായിട്ട് മാറണം, മറ്റുള്ളവർക്ക് വേണ്ടി അപ്പമായിട്ട് മാറണം. മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ അപ്പമായിട്ട് മാറാം, അങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പട്ടിണി മാറുമല്ലോ എന്ന്. അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ കാണുകയാണ്, അപ്പൻ അപ്പമായി മാറിയേക്കാണ്, വലിയൊരു അപ്പമായിട്ട് അപ്പൻ മാറിയേക്കാണ്. മക്കൾ തളർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാണുകയാണ് ആ വീട്ടിലെ മുറിയിൽ വലിയൊരപ്പം. മക്കൾ ഓടിച്ചെന്ന് ആർത്തിയോടെ ആ ഒരു അപ്പം ഭക്ഷിക്കുകയാണ്. അങ്ങനെ അവർ വയറ് നിറയ്ക്കുകയാണ്. പാവങ്ങൾ ആ തളർച്ചയിൽ നിന്ന് ആ അപ്പം ഭക്ഷിച്ച് വിടുതൽ നേടുകയാണ്. അപ്പം അമ്മ കണ്ണുനീരോടുകൂടെ ആ അപ്പത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്, മക്കളെ, നിങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അപ്പനെ തന്നെയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തുമ്പോൾ, അതല്ല നമ്മളെപ്പോഴൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുവോ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചിന്ത ഇതാണ്, നമ്മൾ നാവിൻ തുമ്പിൽ സ്വീകരിക്കുന്നത് നമ്മളുടെ അപ്പനെ തന്നെയാണ്. നമ്മളുടെ സ്വന്തം അപ്പൻ അവിടുത്തെ തിരുശരീരവും തിരുരക്തവും കുരിശിൽ കീറിമുറിക്കപ്പെട്ട് നമുക്കായി നൽകിയതാണ്. നമ്മുടെ അപ്പനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ആഴത്തിലുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ യഥാർത്ഥ ശരീരമാണ്, യഥാർത്ഥ രക്തമാണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ദൈവം അവിടുത്തെ ശരീരവും രക്തവും തന്നെയാണ് നമുക്ക് ഭക്ഷിക്കാനും പാനം ചെയ്യാനുമായിട്ട് തന്നിരിക്കുന്നത്. യോഹന്നാൻ 6:48, ഞാൻ ജീവൻ്റെ അപ്പമാണ്. വീണ്ടും യോഹന്നാൻ 6:51, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയണം, ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്ന്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും കാണുന്നുണ്ടെന്ന്, നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. നമ്മളെപ്പോഴാണോ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം നാവിൻ തുമ്പിലൂടെ നമ്മുടെ ആത്മാവിലേക്കും ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും സ്വീകരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചലിക്കുന്ന സക്രാരികളായിട്ട് മാറുന്നുണ്ടെന്ന്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്, പക്ഷേ ശരീരത്തെക്കാളേറെ നമ്മുടെ ആത്മാവിന് നമ്മൾ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു മാസമാക്കി ഈ ഒരു മാസത്തെ നമുക്ക് മാറ്റാം. മിനിമം 1 മണിക്കൂറെങ്കിലും ഈശോയുടെ മുന്നിൽ ആയിരുന്നു കൊണ്ട് അവിടത്തോട് സംസാരിക്കാൻ, അവിടത്തോട് ഇടപഴകാൻ, അവിടത്തോട് പ്രാർത്ഥിക്കാൻ, അവിടത്തോട് നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉയർത്തി നൽകാനായിട്ട് ഈ ഒരു മാസം പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്നേ, ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട്. അച്ഛൻ 2 ധ്യാന കേന്ദ്രങ്ങളിലായി ഇപ്പോൾ ഡയറക്ടറായിട്ട് നിൽക്കുന്നത്. ഇതിനു മുമ്പ് കോഴിക്കോട് NRCയിൽ ഡയറക്ടറായിരുന്ന സമയത്ത് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് രൂപത പുതിയൊരു ധ്യാനകേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. മരിയൻ ധ്യാനകേന്ദ്രം എന്ന പേരിൽ മലപ്പുറം ടൗണിൽ തന്നെ ഒരു ധ്യാനകേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തിൽ ദിവ്യകാരുണ്യ ആരാധനകൾ നടക്കുമ്പോൾ, ആ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനും എത്രയോ പേര് ആ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അച്ഛാ, ഞങ്ങൾ ഓസ്തിയിൽ ഈശോയെ കണ്ടു. അച്ഛാ, ഓസ്തിയിൽ ഈശോ ഞങ്ങളെ ആശീർവദിക്കുന്നത് കണ്ടു. മുൾമുടി അണിഞ്ഞ ഈശോയെ കണ്ടു. കരങ്ങൾ കെട്ടപ്പെട്ട ഈശോയെ കണ്ടു. ചോര വാർത്ത് നിൽക്കുന്ന ഈശോയെ കണ്ടു. ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ടെന്നേ, നമ്മൾ ഓരോരുത്തരെയും ഈശോ കാണുന്നുണ്ടെന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ കാണാനും അങ്ങയെ ആഴത്തിൽ വിശ്വസിക്കാനുള്ള ഞങ്ങളുടെ ആന്തരികമായ നയനങ്ങൾ അങ്ങ് തുറന്നു തരണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക തിരുസഭ ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ.
പ്രത്യേകമായിട്ട് സഭ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് സത്യങ്ങളായിട്ട് അത്ഭുതങ്ങളായിട്ട് ഈ ലോകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പയുടെ സ്വന്തം നാടായ ബ്യൂണസ് ഐറിസിലുണ്ടായ ദിവ്യകാരുണ്യ അത്ഭുതം. പിന്നെ ഇറ്റലിയിലെ ലഞ്ചാനോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. അത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് അച്ഛന് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതം ഇതാണ്. 1822 ഫ്രാൻസിൽ ബൊർത്തേന്യ എന്ന സ്ഥലത്ത് തിരുക്കുടുംബ സന്യാസ സമൂഹത്തിൻ്റെ മഠാധിപനായ ഫാദർ സലോട്ട് അദ്ദേഹം ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ ഒത്തിരി പേരുണ്ട്. അദ്ദേഹം ഇങ്ങനെ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ലഭിക്കുകയാണ്, ഒരു സന്ദേശം ലഭിക്കുകയാണ്. ദിവ്യകാരുണ്യവും എടുത്തുകൊണ്ട്, അരളിക്കയിലുള്ള ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് ദിവ്യകാരുണ്യനാഥനുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഈ ദിവ്യകാരുണ്യം എടുത്തിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പൽത്താരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഈ ജനങ്ങളെ മുഴുവനും കാണുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ ഇങ്ങനെ കൈ ഉയർത്തി ജനങ്ങളെ മുഴുവനും ആശീർവദിക്കുകയാണ്. ആ വൈദികൻ മാത്രമല്ല, അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും ഈശോയെ ദിവ്യകാരുണ്യത്തിൽ കണ്ടു. എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, നിലവിളിച്ച് പ്രവർത്തിക്കുകയാണ്. വലിയൊരു അത്ഭുതം അവരുടെ നയനങ്ങൾ കൊണ്ട് അന്ന് അവർക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നീട് സഭ അത് ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് പ്രഘോഷിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റൊരു ദിവ്യകാരുണ്യ അത്ഭുതം ഇതാണ്. 1356 ഏപ്രിൽ 25 ഇറ്റലിയിലെ മച്ചറാത്തോ എന്ന സ്ഥലത്ത് വിശുദ്ധ കാതറിൻ്റെ ദേവാലയത്തിൽ ഒരു ബെനഡിക്റ്റൈൻ വൈദികൻ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംശയം തോന്നിയെന്ന് പറയുക. ഈ ഉയർത്തുന്ന അപ്പത്തിൽ ഈശോ ഉണ്ടോ? ഇത് ഈശോയുടെ ശരീരം തന്നെയാണോ? ഇത് ഈശോയുടെ രക്തം തന്നെയാണോ? ഇത് രൂപാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറയാം. അങ്ങനെ കുർബാന മുന്നോട്ട് പോയി ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് അദ്ദേഹം ദിവ്യകാരുണ്യം എടുത്തുയർത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുകയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് രക്തമൊഴുകി അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ, വിരലുകളിലൂടെ താഴേക്ക് ഒഴുകുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം ആ അൽത്താരയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുക, കർത്താവേ, അങ്ങ് തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ തിരുവോസ്തിയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറയണം, ഈശോയെ, അങ്ങ് ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു എന്ന് പറയണം. കർത്താവിനെ നമുക്ക് ഈ കണ്ണും പൂട്ടി ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയണം. ഈ ദിവ്യകാരുണ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ദിവ്യകാരുണ്യ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛന് 2 ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നവർ, ദിവ്യകാരുണ്യം നാവിൻ തുമ്പിൽ സ്വീകരിച്ച് ആത്മാവിലേക്ക് ഇറക്കുന്നവർ, ചലിക്കുന്ന സക്രാരികളായിട്ട് മാറാൻ, രൂപാന്തരപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ 2 ചിന്തകൾ മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേത് ഇതാണ്, ദിവ്യകാരുണ്യം നമ്മെ മുറിയപ്പെടാൻ ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യം നമ്മെ മുറിയപ്പെടാൻ ക്ഷണിക്കുന്നു. നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച വേളയിൽ കർത്താവ് ഈ അപ്പമെടുത്ത് വീഞ്ഞിൽ മുക്കി ആദ്യം കൊടുക്കുന്നത് ആർക്കായിരുന്നു? ആദ്യം കൊടുക്കുന്നത് യൂദാസ് കറിയോത്തയ്ക്കാണ്. അതായത് തന്നെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന 30 വെള്ളിക്കാശിന് തന്നെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന യൂദാസ് കറിയോത്തക്കാണ്. അതായത് കർത്താവിനറിയാം തന്നെ നശിപ്പിക്കാനും തകർക്കാനും ഒറ്റിക്കൊടുക്കാനും ഇരിക്കുന്ന
തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, തന്നെ കുരിശിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന യൂദാസിനാണ് കർത്താവ് ഈ ഒരു ആദ്യത്തെ ദിവ്യകാരുണ്യം നൽകുന്നത്. കണ്ടോ, കർത്താവ് എത്രമാത്രം എളിമയോടെ വിനീതമായ മനസ്സോടെ മുറിയപ്പെട്ടുകൊണ്ട് തന്നെ തന്നെ നൽകുകയാണ്. കർത്താവ് നമ്മോടും പറയാണ് മുറിയപ്പെടുന്ന ജീവിതങ്ങളായിട്ട് മാറാനായിട്ട്. നമുക്കറിയാം, ഈ കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് ലുങ്കീനോസ് എന്ന മനുഷ്യൻ കുന്തം കൊണ്ട് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് അന്ധതയുണ്ടായിരുന്നു എന്ന് പറയുക. ഈ വിലാപ്പുറത്ത് ഈ കുന്തം കൊണ്ട് കുത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് പതിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടുകയാണ്. കണ്ടോ, കർത്താവിൻ്റെ ആ തിരുമുറിവിൽ നിന്ന് പോലും കർത്താവ് സൗഖ്യം നൽകുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. ഒത്തിരി അതുപോലെ നമ്മളോടും കർത്താവ് ഈ കാലഘട്ടത്തിൽ പറയുന്നത് അതാണ്. പ്രത്യേകിച്ച് ഈ മാസം നമുക്ക് ആരോടെങ്കിലും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോടൊക്കെ വെറുപ്പോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാണ്, നീ മുറിയപ്പെടണം, നീ മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടണം, അവർക്ക് വേണ്ടി നിന്നെ തന്നെ ശൂന്യമാക്കണം. അങ്ങനെ എളിമയുടെ പാഠം നൽകാനായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, മാക്സിമിലിയൻ കോൾബെ, അദ്ദേഹം ജർമ്മനിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ആയിരിക്കുന്ന സമയത്ത് 10 പേരെ അവർ പിടിച്ച് പ്രത്യേകമായിട്ട് കൊല്ലാനായിട്ട് ഉത്തരവിടുകയാണ്. ആ കൂട്ടത്തിൽ ഒരുവൻ കരഞ്ഞ് നിലവിളിക്കുകയാണ്, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്, എനിക്ക് രക്ഷപ്പെടണം. ആ സമയത്ത് ആ കരച്ചിൽ നിലവിളി കേട്ടിട്ട് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ പറയുന്നുണ്ട്, ഈ മനുഷ്യന് വേണ്ടി പകരക്കാരനായി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് കേൾക്കുകയും ആ പകരക്കാരനായി അദ്ദേഹം മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. മാക്സിമിലിയൻ കോൾബെ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തെ കൊല്ലാൻ ഒരുമിട്ടിരിക്കുന്ന വ്യക്തികളോട് പറഞ്ഞത്, 10ാമനായിട്ട് എനിക്ക് മരിക്കണമെന്ന്. കാരണം എന്താ? ഈ 9 പേരും മരിക്കുമ്പോൾ അവരെ മരണത്തിനൊരുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമല്ലോ എന്നുള്ളൊരു ദാഹം മൂലമാണ്. ഓരോരുത്തരും മരണത്തിനൊരുങ്ങുമ്പോൾ കർത്താവ് കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഒന്നുകൊണ്ടും വേദനിക്കേണ്ട, നുറുങ്ങണ്ട, തകരണ്ട, വിലപിക്കേണ്ട, കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ആ വൈദികൻ അവർക്ക് ബലം നൽകി. അവസാനം 10ാമനായി അദ്ദേഹവും മരിച്ചു. കണ്ട, മുറിയപ്പെടാനുള്ള ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെട്ട് ശൂന്യമായ ജീവിതങ്ങളായിട്ട്, എളിമയുള്ള ശൂന്യമാക്കുന്ന ജീവിതങ്ങളായി ആക്കപ്പെട്ട് എളിമയുള്ള ജീവിതങ്ങളാക്കി മാറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ദിവ്യകാരുണ്യം നമ്മെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. കൂടെ നടക്കാൻ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് നമ്മുടെ കൂടെ നടക്കാൻ എന്ത് കൊതിയാണെന്നറിയാമോ? കർത്താവ് ഒരുപാട് നമ്മുടെ കൂടെ നടക്കാനായിട്ട് കൊതിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവായ ദൈവം ആദത്തോടും ഹവ്വായോടും കൂടെ ആ പൂന്തോട്ടത്തിൽ ഉലാത്തിയിരുന്നു എന്ന് പറയാം. ദൈവം കൂടെ നടക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്രയാകുമ്പോൾ ദൈവം അവരുടെ കൂടെ നടക്കുകയാണ്. മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായിട്ട് കർത്താവ് കൂടെ നടക്കുകയാണ്. എപ്പോഴും ജനത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കാണുകയാണ്. ഈ ദിവ്യകാരുണ്യം എന്താണെന്ന് അച്ഛനോട് ചോദിച്ച് അച്ഛൻ പറയും, ഈശോ നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമാണ് ഈ ദിവ്യകാരുണ്യം. കർത്താവിനെ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ കൊതിച്ചുകൊണ്ട് കർത്താവ് വേദനിച്ച് നമ്മോടൊപ്പം ആയ രൂപമാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. കർത്താവ് 33 വർഷക്കാലം നമ്മോടൊപ്പം ജീവിച്ചു. പിന്നീട് കർത്താവ് ഉദ്ധിതനായി, ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പം വസിക്കുകയാണ്. കൂടെ നടക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നത് ഇങ്ങനെ. വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യ ഭക്തിയിൽ ആഴപ്പെട്ട ഒരു വിശുദ്ധിയാണ്. ഒരിക്കലും തുർക്കികൾ, മതപീഡന കാലഘട്ടത്തിൽ തുർക്കികൾ വിശുദ്ധ ക്ലാര മഠാധിപയായിട്ടുള്ള മഠത്തിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്ന സമയത്ത് ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധ ക്ലാര ഈ ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുക. ഈ തുർക്കികൾക്കെതിരെ, ഈ അക്രമകാരികൾക്കെതിരെ
ദിവികാരനെ ഉയർത്തിപ്പിടിച്ചു. ദിവികാരനം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഈ അക്രമകാരികൾ ഈ മഠത്തോട് അടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഒരു ഭയം പിടികൂടി എന്ന് പറയും. ഒരു ഭയം, ദൈവത്തിൻ്റെ ശക്തി അവരിൽ ഭയമുളവാക്കി എന്ന് പറയുക. അങ്ങനെ അവർ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറയുക. മറ്റൊരു വിശുദ്ധയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതം ഇതാണ്. പ്രഥമ ദിവികാരനെ സ്വീകരിക്കുന്ന മക്കളുടെ മധ്യസ്ഥ എന്ന് പറയുന്ന വിശുദ്ധ എമിൽഡ ലംബോർട്ടീനി ആണ്. അവൾ കുഞ്ഞുനാൾ മുതൽ 5 വയസ്സായിരിക്കുന്ന സമയത്തൊക്കെ അവളുടെ ഇടവക വികാരി അച്ഛനെ പലപ്പോഴും പുറകെ നടന്ന് അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു എന്നാണ് പറയുക. എനിക്ക് ഈശോയെ തരണം, അച്ഛാ എനിക്ക് ഈശോയെ തരണം. അവളുടെ അമ്മ സഹോദരങ്ങളൊക്കെ ദിവികാരനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ അവളും നിരന്തരം കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ദിവികാരനെ സ്വീകരിക്കാനായിട്ട് മുട്ടിന്മേൽ നിൽക്കുമായിരുന്നു. പക്ഷെ വികാരിയച്ഛൻ അവൾ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് ദിവികാരനെ നൽകാതെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ 14 വയസ്സായാലേ ദിവികാരനെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അവൾക്ക് അതിയായ ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 1333 മെയ് 12-ാം തീയതി കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൽ അവൾ ഇതുപോലെ തന്നെ അമ്മ ദിവികാരനെ സ്വീകരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളും ദിവികാരനെ സ്വീകരിക്കാനായിട്ട് മുട്ടുമേൽ നിന്നു. വികാരിയച്ഛൻ പതിവ് പോലെ തന്നെ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കവിളിൽ തട്ടി പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവൾ അവിടെ നിന്നും മാറിയില്ല. അവൾ മുട്ടുമേൽ നിന്ന് കരങ്ങൾ കൂപ്പി ഈശോയെ എന്നിലേക്ക്, എൻ്റെ നാവിൻ തുമ്പിലേക്ക് അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്ത് സംഭവിച്ചെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ വികാരിയച്ഛൻ്റെ കയ്യിലിരുന്ന കുസ്തോതിയിൽ ഒരു ദിവികാരുണ്യം ഇങ്ങനെ പ്രകാശകിരണങ്ങളാൽ നിറഞ്ഞ് വായുവിൽ പറന്ന് ആ കൊച്ചു പെൺകിടാവിൻ്റെ വിശുദ്ധ എമ്മിൽഡയുടെ നാവിലേക്ക് വന്നിരുന്നു. ദിവികാരുണ്യം സ്വീകരിച്ചു. അവൾ ആ നിമിഷം അവിടെ നിലംപതിച്ച് മരിച്ചു എന്നാണ് ചരിത്രം നമ്മോട് പറയുക. നോക്കി, അവൾക്ക് എത്ര കൊതിയായിരുന്നു ഈശോയുടെ കൂടെ നടക്കാൻ. ഇന്ന് ഈശോ നമ്മെയും ക്ഷണിക്കുകയാണ് ഈശോയുടെ കൂടെ നടക്കാൻ, ഈശോയുടെ മുന്നിലായിരിക്കാൻ. എപ്പോഴൊക്കെ നമ്മൾ ഇടവക പള്ളിയുടെ മുന്നിലൂടെ യാത്ര ചെയ്യുന്നു, അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടാവണം, എൻ്റെ ഈശോ സക്രാരിയിൽ എന്നെയും കാത്തിരിക്കുകയാണ്, എൻ്റെ കൂടെ ഇരിക്കാൻ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കേൾക്കാൻ. ഇപ്പം നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു മാസക്കാലം തീരുമാനമെടുക്കണം. ഈശോ എൻ്റെ കൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കും എൻ്റെ ഈശോയുടെ കൂടെ ഇരിക്കണം. എല്ലാ ദിവസവും ദിവികാരനെ സ്വീകരിക്കണം. എല്ലാ ദിവസവും മുഴുവനും കുർബാനയിൽ പങ്കെടുത്ത് ഈശോയോടൊപ്പം നടക്കണമെന്ന്. ഇപ്പോൾ 2 തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് അച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമതായിട്ട് മുറിയപ്പെടാനുള്ളൊരു മനസ്സുണ്ടാവണം. രണ്ടാമതായിട്ട് കൂടെ നടക്കാനായിട്ട്, ഈശോയുടെ കൂടെ നടക്കാൻ ഒരു മനസ്സുണ്ടാവണം. അപ്പോൾ നിങ്ങളെ കർത്താവ് ദിവികാരുണ്യനാഥൻ എല്ലാവിധ കൃപകളാലും നിറയ്ക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം നമുക്കെല്ലാവർക്കും ആരാധനയുടെ ഗാനം ആലപിച്ചുകൊണ്ട് ഈശോയെ ഈ ഒരു മാസക്കാലം അങ്ങയുടെ മുന്നിലായിരിക്കാനുള്ള കൃപ നൽകണമേ. എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് കെട്ടാൻ, എൻ്റെ ആത്മാവിൽ അങ്ങയുടെ അഭിഷേകം നിറയാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് കരങ്ങളടിച്ച് ആലപിക്കാം. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ദിവ്യകാരുണ്യത്തിലുണ്ടെന്ന് വിശ്വസിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം ഈശോയെ. എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, എൻ്റെ ജീവിതം കൊണ്ട് വിശ്വസിക്കാൻ, കണ്ണും പൂട്ടി അങ്ങയെ വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. അങ്ങനെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കാണുന്നുണ്ടെന്നും അനുഗ്രഹിക്കുന്നുണ്ടെന്നും വിശ്വസിക്കാനുള്ള കൃപ നൽകണമേ. അങ്ങയ്ക്ക് എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങളെല്ലാം അഴിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാനുള്ള കൃപ നൽകണം. എനിക്ക് സൗഖ്യം നൽകാൻ, എനിക്ക് വിടുതൽ നൽകാൻ, എനിക്ക് സമാശ്വാസം നൽകാൻ ദിവ്യകാരുണ്യനാഥ അങ്ങേക്ക് കഴിയുമെന്ന് വിശ്വസിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിക്കാം, നമുക്ക് പാടാം. പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ, കാക്കും ദൈവം നീയേ. പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്ക്. സ്തുതി നിനക്ക്. ആരാധന വീശി, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്.
ഈശോയെ ഈ നിമിഷം ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തന്നെ മുറിച്ചു നൽകി. ഞങ്ങളുടെ അപ്പനായ ഈശോയെ അങ്ങ് പരിപൂർണമായി അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഇതുപോലെ മുറിയപ്പെടാനുള്ള കൃപ നൽകണമേ. ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ മുറിച്ച് നൽകാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത് എല്ലാം ഈശോയെ എല്ലാവർക്കുമായി പകുത്തു നൽകാനുള്ള കൃപയും എളിമയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ഈശോയെ. അതോടൊപ്പം തന്നെ അങ്ങയുടെ കൂടെ നടക്കാനുള്ള കൃപ നൽകണമേ. വിശുദ്ധിയോടെ ഈ ലോകത്തിന്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും മാറി കർത്താവേ അങ്ങയുടെ ആത്മാവോടും കൂടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയുടെ നീല അങ്കിക്കുള്ളില് ഞങ്ങൾക്ക് അഭയം നൽകണമേ. സകല വിശുദ്ധരെ, സകല മാലാഖമാരെ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിക്കുന്നു, പാടുന്നു. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുമേ. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിയിടുന്നേ. നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാള് സ്തുതിച്ചിടുമേ. എല്ലാ നന്മകൾക്കും നന്ദി ഈശോയെ. നീ ചെയ്ത നന്മകളെ എന്നാള് സ്തുതിച്ചിടുമേ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, സർവശക്തനേ ആരാധന, ആരാധന അങ്ങേക്ക്, ഞങ്ങളുടെ രക്ഷിതാവേ ആരാധന, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, സന്തോഷത്തോടെ, ആരാധന അങ്ങേക്ക്, ആനന്ദത്തോടെ ആരാധന ഈശോയെ എന്റെ ജീവിതത്തിലേക്ക് നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങേക്ക്. ഹല്ലേലൂയ, ആമേൻ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിലെല്ലാം ശക്തമായി ഈ നിമിഷം അങ്ങ് ഇറങ്ങി വരണമേ. നുറുങ്ങുന്ന ഹൃദയവുമായി നിൽക്കുന്ന എല്ലാ മക്കളിലേക്കും ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ ദിവ്യപ്രഭ ഈ നിമിഷം അങ്ങ് ഒഴുക്കണമേ. കർത്താവേ, പൈശാചികമായ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങ് ഈ നിമിഷം യേശുനാഥ അങ്ങ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ, ശക്തി നൽകി അനുഗ്രഹിക്കണമേ, കൃപ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഈ ജനത്തിന് അങ്ങ് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. യേശുനാമത്തില് എല്ലാ പൈശാചികമായ പീഡകളെയും ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തില് ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നിറഞ്ഞവരെ, നമുക്കിപ്പോൾ ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായി ഒരുങ്ങാം. ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.